2 രാജാക്കന്മാർ അധ്യായം 19. വിവരമറിഞ്ഞ് ഹെസക്കിയ രാജാവ് വസ്ത്രം കീറി ചാക്കുടുത്ത് കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു. അവൻ കൊട്ടാര വിചാരിപ്പുകാരൻ എലിയാക്കിമിനെയും കാര്യസ്ഥൻ ഷെബ്നായെയും പുരോഹിത ശ്രേഷ്ഠന്മാരെയും ചാക്കുടുപ്പിച്ച് ആമോസിൻ്റെ പുത്രൻ ഏശയ്യാ പ്രവാചകന്റെ അടുത്തേക്ക് അയച്ചു. അവർ അവനെ അറിയിച്ചു, ഹെസക്കിയ പറയുന്നു, ഇന്ന് ദുരിതത്തിൻ്റെയും അധിക്ഷേപത്തിൻ്റെയും നിന്ദയുടെയും ദിവസമാണ്. പിറക്കാറായ കുഞ്ഞിനെ പ്രസവിക്കാൻ ശക്തിയില്ലാത്ത സ്ത്രീയെപ്പോലെയാണ് ഞങ്ങൾ. ജീവിക്കുന്ന ദൈവത്തെ അധിക്ഷേപിക്കുന്നതിന് റബ്ശയ്ക്ക് വഴി അവൻ്റെ യജമാനായ അസീറിയ രാജാവ് പറഞ്ഞയച്ച വാക്കുകൾ നിന്റെ ദൈവമായ കർത്താവ് കേട്ടിരിക്കാം. അവിടുന്ന് കേട്ട ആ വാക്കുകൾ നിമിത്തം അവിടുന്ന് അവനെ ശിക്ഷിച്ചേക്കാം. അതുകൊണ്ട് അവശേഷിച്ചിരിക്കുന്ന ജനത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കുക. ഹെസക്കിയ രാജാവിൻ്റെ സേവകന്മാർ ഏശയ്യായുടെ അടുത്ത് വന്നു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ യജമാനോട് പറയുവിൻ, കർത്താവ് അരുളി ചെയ്യുന്നു, അസീറിയ രാജാവിൻ്റെ സേവകന്മാർ എന്നെ അധിക്ഷേപിച്ച വാക്കുകൾ കേട്ട് നീ ഭയപ്പെടേണ്ട. ഞാൻ അവനിൽ ഒരു ആത്മാവിനെ നിവേശിപ്പിക്കും. കിംവദന്തികൾ കേട്ട് അവൻ സ്വദേശത്തേക്ക് മടങ്ങും. അവിടെ വച്ച് വാളിനിരയാകാൻ ഞാൻ അവന് ഇടവരുത്തും. അസീറിയ രാജാവ് ലാഖിഷ് വിട്ടു എന്ന് റബ്ശയ്ക്ക് കേട്ടു. അവൻ മടങ്ങിച്ചെന്നപ്പോൾ രാജാവ് ലിബ്നായോട് യുദ്ധം ചെയ്യുകയായിരുന്നു. എത്യോപ്യ രാജാവായ തിർഹാക്ക തനിക്കെതിരെ വരുന്നു എന്ന് കേട്ടപ്പോൾ രാജാവ് ദൂതന്മാരെ അയച്ച് യൂദരാജാവായ ഹെസക്കിയായോട് ഇങ്ങനെ പറയണമെന്ന് കൽപ്പിച്ചു. ജെറുസലേം അസീറിയ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയില്ലെന്ന് വാഗ്ദാനം ചെയ്ത് നീ ആശ്രയിക്കുന്ന ദൈവം നിന്നെ വഞ്ചിക്കാൻ അനുവദിക്കരുത്. എല്ലാ രാജ്യങ്ങളെയും തീർത്തും നശിപ്പിക്കുന്ന അസീറിയ രാജാക്കന്മാരുടെ പ്രവൃത്തികൾ നീ കേട്ടിട്ടില്ലേ? പിന്നെ നീ ഒഴിവാക്കപ്പെടുമോ? ഗോസാൻ, ഹാരാൻ, റെസഫ് എന്നീ ദേശങ്ങളെയും തെലാസറിലെ ഏദൻകാരെയും എൻ്റെ പിതാക്കന്മാർ നശിപ്പിച്ചപ്പോൾ അവരുടെ ദേവന്മാർ അവരെ രക്ഷിച്ചു. ഹമാത്ത്, അർപ്പാദ്, സെഫാർവയും, ഹേന, ഇവ എന്നിവയുടെ രാജാക്കന്മാർ എവിടെ? ഹെസക്കിയ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് കത്തുവാങ്ങി വായിച്ചു. അവൻ കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് അത് അവിടുത്തെ മുൻപിൽ വച്ചു. അവൻ കർത്താവിൻ്റെ മുൻപിൽ പ്രാർത്ഥിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ, കെരൂബുകളുടെ മുകളിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന അവിടുന്നാണ് ദൈവം. അവിടുന്ന് മാത്രമാണ് ഭൂമിയിലെ രാജ്യങ്ങൾക്കെല്ലാം ദൈവം. അങ്ങ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. കർത്താവെ ചെവിക്കൊള്ളണമേ, കർത്താവെ കടാക്ഷിക്കണമേ. ജീവിക്കുന്ന ദൈവത്തെ അധിക്ഷേപിക്കാൻ സെന്നാകെരൂബ് പറഞ്ഞയച്ച വാക്ക് കേട്ടാലും. കർത്താവെ, അസീറിയ രാജാക്കൾ ജനതകളെയും അവരുടെ ദേശങ്ങളെയും സത്യമായും ശൂന്യമാക്കിയിരിക്കുന്നു. അവരുടെ ദേവന്മാരെ അഗ്നിയിലെറിഞ്ഞിരിക്കുന്നു. അവ ദൈവമായിരുന്നില്ല, മരത്തിലും കല്ലിലും മനുഷ്യർ പണിതുണ്ടാക്കിയവയായിരുന്നു. അതിനാൽ അവ നശിച്ചു. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, അവൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, അങ്ങ് മാത്രമാണ് ദൈവമെന്ന് ഭൂമിയിലെ ജനതകൾ അറിയട്ടെ. ആമോസിൻ്റെ പുത്രനായ ഏശയ്യാ ഹെസക്കിയായിക്ക് ഈ സന്ദേശം അയച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അസീറിയ രാജാവായ സെന്നാകെരൂബിനെ കുറിച്ച് നീ ചെയ്ത പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. അവനെക്കുറിച്ച് കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു, കന്യകയായ സിയോൻ പുത്രി നിന്നെ നിന്ദിക്കുന്നു, അവൾ നിന്നെ പുച്ഛിക്കുന്നു. ജെറുസലേം പുത്രി നിന്റെ പിന്നിൽ തലയാട്ടുന്നു. നീ ആരെയാണ് പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്തത്? ആർക്കെതിരെയാണ് ശബ്ദമുയർത്തുകയും ധിക്കാരപൂർവം ദൃഷ്ടികൾ ഉയർത്തുകയും ചെയ്തത്? ഇസ്രായേലിൻ്റെ പരിശുദ്ധനെതിരെ. നിന്റെ ദൂതന്മാർ വഴി നീ കർത്താവിനെ പരിഹസിച്ചു. എൻ്റെ അസംഖ്യം രഥങ്ങൾ കൊണ്ട് ഞാൻ പർവ്വത ശൃംഗങ്ങളിലും ലെബനോന്റെ ഉൾപ്രദേശങ്ങളിലും എത്തിയെന്നും ഉയർന്ന ദേവദാരുക്കളും ശ്രേഷ്ഠമായ സരളമരങ്ങളും വീഴ്ത്തിയെന്നും അതിൻ്റെ വിദൂരസ്ഥമായ കോണുകളിലും നിബിഡമായ വനാന്തരങ്ങളിലും പ്രവേശിച്ചു എന്നും നീ പറഞ്ഞു. ഞാൻ കിണറുകൾ കുഴിച്ചു, വിദേശജലം പാനം ചെയ്തു. ഈജിപ്തിലെ അരുവികളെയെല്ലാം ഉള്ളം കാലുകൊണ്ട് ഞാൻ ഉണക്കിക്കളഞ്ഞു എന്നും നീ പറഞ്ഞു. ഞാനിത് പണ്ടേ നിശ്ചയിച്ചതാണ്, നീ അത് കേട്ടിട്ടില്ലേ? പണ്ട് നിശ്ചയിച്ചവ ഇന്ന് ഞാൻ പ്രാവർത്തികമാക്കുന്നു. സുരക്ഷിത നഗരങ്ങളെ നീ നാശകൂമ്പാരമാക്കുമെന്നും അവയിലെ നിവാസികളുടെ ശക്തി അറ്റുപോകുകയും അവർ പരിഭ്രാന്തരായി വയലിലെ ചെടികൾക്കും ഇളം പുല്ലുകൾക്കും വളരുന്നതിന് മുൻപേ കരിഞ്ഞു പോകുന്ന പുരപ്പുറത്തെ തൃണങ്ങൾക്കും തുല്യരാകുമെന്നും ഞാൻ പണ്ടേ നിശ്ചയിച്ചത് ഇന്ന് പ്രാവർത്തികമാക്കുന്നു. നിന്റെ ഇരിപ്പും നടപ്പും എൻ്റെ നേർക്കുള്ള നിന്റെ കോപാവേശവും ഞാൻ അറിയുന്നു. നീ എൻ്റെ നേരെ ക്രുദ്ധനായി.
നിന്റെ ധിക്കാരം എൻ്റെ കാതുകളിൽ എത്തിയിരിക്കുന്നു. അതിനാൽ നിന്റെ മൂക്കിൽ കൊളുത്തും നിന്റെ വായിൽ കടിഞ്ഞാണും ഇട്ട് വന്ന വഴിയെ നിന്നെ ഞാൻ തിരിച്ചയക്കും. ഇതാണ് നിനക്കുള്ള അടയാളം. താനെ മുളയ്ക്കുന്നവയിൽ നിന്ന് ഈ വർഷം നീ ഭക്ഷിക്കും. 2-ാം വർഷവും അങ്ങനെ തന്നെ. 3-ാം വർഷം നീ വിതയ്ക്കുകയും കൊയ്യുകയും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അവയുടെ ഫലം ഭക്ഷിക്കുകയും ചെയ്യും. യൂദാഭവനത്തിൽ അവശേഷിക്കുന്നവർ ആഴത്തിൽ വേരോടിക്കുകയും ഫലം കായ്ക്കുകയും ചെയ്യുന്ന വൃക്ഷം പോലെ വളരും. എന്തെന്നാൽ ജെറൂസലേമിൽ നിന്ന് ഒരു അവശിഷ്ട ഭാഗവും സിയോൻ മലയിൽ നിന്ന് അതിജീവിക്കുന്നവരുടെ ഒരു ഗണവും പുറപ്പെടും. കർത്താവിന്റെ തീക്ഷ്ണത ഇത് നിർവഹിക്കും. അസീറിയ രാജാവിനെ കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു. അവൻ ഈ നഗരത്തിൽ പ്രവേശിക്കുകയോ ഇവിടെ അസ്ത്രം എയ്യുകയോ പരിച ധരിച്ച് ഇവിടെ വരികയോ നഗരത്തിനെതിരെ ഉപരോധം നിർമ്മിക്കുകയോ ചെയ്യുകയില്ല. അവൻ നഗരത്തിൽ പ്രവേശിക്കാതെ വന്ന വഴിയെ മടങ്ങുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എനിക്കും എൻ്റെ ദാസനായ ദാവീദിനും വേണ്ടി ഞാൻ ഈ നഗരത്തെ പ്രതിരോധിച്ച് രക്ഷിക്കും. അന്ന് രാത്രി കർത്താവിന്റെ ദൂതൻ അസീറിയ പാളയത്തിൽ കടന്ന് 1,85,000 പേരെ വധിച്ചു. പ്രഭാതത്തിൽ ആളുകൾ ഉണർന്നപ്പോൾ ഇവർ ജഡമായി മാറിയിരിക്കുന്നത് കണ്ടു. പിന്നെ അസീറിയ രാജാവായ സെന്നാകെരീബ് അവിടെ നിന്ന് നിനിവേയിലേക്ക് പോയി അവിടെ താമസിച്ചു. അവൻ തന്റെ ദേവനായ നിസ്രോക്കിന്റെ ആലയത്തിൽ ആരാധന നടത്തുമ്പോൾ പുത്രന്മാരായ അദ്രാമിലേക്കും ഷെരേസറും കൂടി അവനെ വാൾ കൊണ്ട് വെട്ടി കൊന്നതിനു ശേഷം അറാറാത്ത് ദേശത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. പകരം പുത്രൻ എസർഹദോൻ ഭരണമേറ്റു. 2 രാജാക്കന്മാർ അധ്യായം 20. ഹെസക്കിയ രോഗബാധിതനായി മരണത്തോടടുത്തു. ആമോസിന്റെ പുത്രൻ ഏശയ്യാ പ്രവാചകൻ അടുത്തു ചെന്ന് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കും, സുഖം പ്രാപിക്കുകയില്ല. ഹെസക്കിയ ചുവരിലേക്ക് മുഖം തിരിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവെ, ഞാൻ എത്ര വിശ്വസ്തമായും ആത്മാർത്ഥമായും ആണ് അങ്ങയുടെ മുൻപിൽ നന്മ പ്രവർത്തിച്ചത് എന്ന് ഓർക്കണമേ. പിന്നെ അവൻ ദുഃഖത്തോടെ കരഞ്ഞു. കൊട്ടാരത്തിന്റെ അങ്കണം വിടുന്നതിന് മുൻപ് തന്നെ ഏശയ്യായിക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. നീ മടങ്ങിച്ചെന്ന് എന്റെ ജനത്തിന്റെ രാജാവായ ഹെസക്കിയായോട് അവന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അറിയിക്കുന്നു എന്ന് പറയുക. ഞാൻ നിന്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. 3-ാം ദിവസം നീ കർത്താവിന്റെ ആലയത്തിലേക്ക് പോകും. ഞാൻ നിന്റെ ആയുസ് 15 വർഷം കൂടി നീട്ടും. അസീറിയ രാജാവിന്റെ കൈകളിൽ നിന്ന് നിന്നെയും ഈ നഗരത്തെയും ഞാൻ രക്ഷിക്കും. എന്നെയും എന്റെ ദാസനായ ദാവീദിനെയും പ്രതി ഈ നഗരത്തെ ഞാൻ സംരക്ഷിക്കും. ഏശയ്യാ പറഞ്ഞു, അത്തിപ്പഴം കൊണ്ട് ഉണ്ടാക്കിയ ഒരട കൊണ്ടുവരിക. വ്രണം സുഖപ്പെടേണ്ടതിന് അത് വ്രണത്തിന്റെ മേൽ വച്ചു കെട്ടുക. ഹെസക്കിയ ഏശയ്യായോട് ചോദിച്ചു, കർത്താവ് എന്നെ സുഖപ്പെടുത്തുകയും 3-ാം ദിവസം ഞാൻ കർത്താവിന്റെ ആലയത്തിൽ പോവുകയും ചെയ്യുമെന്നതിന് എന്താണ് അടയാളം? ഏശയ്യാ പറഞ്ഞു, കർത്താവ് വാഗ്ദാനം നിറവേറ്റുമെന്നതിന് അവിടുന്ന് നൽകുന്ന അടയാളം ഇതാണ്. നിഴൽ 10 അടി മുൻപോട്ട് പോകണമോ പിറകോട്ട് പോകണമോ? ഹെസക്കിയ പറഞ്ഞു, നിഴൽ 10 അടി മുൻപോട്ട് പോവുക എളുപ്പമാണ്, അതിനാൽ പുറകോട്ട് പോകട്ടെ. അപ്പോൾ ഏശയ്യാ പ്രവാചകൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് ആഹാസിന്റെ സൂര്യഘടികാരത്തിൽ നിഴലിനെ 10 അടി പിന്നിലേക്ക് മാറ്റി. ബാബിലോണിന്റെ ഭീഷണി. ഹെസക്കിയ രോഗബാധിതനായെന്ന് കേട്ട് ബാബിലോൺ രാജാവും ബലദാന്റെ പുത്രനുമായ മെറോദാക് ബലദാൻ കത്തുകളും സമ്മാനവുമായി ദൂതന്മാരെ അയച്ചു. ഹെസക്കിയ അവരെ സ്വാഗതം ചെയ്തു. തന്റെ ഭണ്ഡാരപ്പുരയും കലവറയിലുണ്ടായിരുന്ന സ്വർണവും വെള്ളിയും സുഗന്ധദ്രവ്യങ്ങളും വിശിഷ്ട തൈലങ്ങളും ആയുധശേഖരവും അവരെ കാണിച്ചു. അവരെ കാണിക്കാത്തതായി തന്റെ ഭവനത്തിലോ രാജ്യത്തോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏശയ്യാ പ്രവാചകൻ ഹെസക്കിയ രാജാവിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഈ ആളുകൾ എന്താണ് പറഞ്ഞത്? അവർ എവിടെ നിന്നാണ് വന്നത്? ഹെസക്കിയ പ്രതിവചിച്ചു, അവർ വിദൂരദേശമായ ബാബിലോണിൽ നിന്ന് വന്നിരിക്കുന്നു. ഏശയ്യാ ചോദിച്ചു, നിന്റെ ഭവനത്തിൽ എന്തെല്ലാമാണ് അവർ കണ്ടത്? ഹെസക്കിയ മറുപടി പറഞ്ഞു, എന്റെ ഭവനത്തിലുള്ളതെല്ലാം അവർ കണ്ടു. അവരെ കാണിക്കാത്തതായി എന്റെ കലവറകളിൽ ഒന്നുമില്ല. അപ്പോൾ ഏശയ്യാ ഹെസക്കിയായോട് പറഞ്ഞു, കർത്താവിന്റെ വാക്ക് കേൾക്കുക. നിന്റെ ഭവനത്തിലുള്ളതും നിന്റെ പിതാക്കന്മാർ ഇന്നോളം ശേഖരിച്ചതുമെല്ലാം ബാബിലോണിലേക്ക് കടത്തുന്ന ദിനങ്ങൾ ആസന്നമായിരിക്കുന്നു. ഒന്നും ശേഷിക്കുകയില്ല.
കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ പുത്രന്മാരിൽ ചിലരെയും കൊണ്ടുപോകും. ബാബിലോൺ രാജാവിന്റെ കൊട്ടാരത്തിൽ അവർ അന്തഃപുര സേവകന്മാരായിരിക്കും. ഹെസക്കിയ ഏശയ്യായോട് പറഞ്ഞു, നീ പറഞ്ഞ കർത്താവിന്റെ വചനം നല്ലത് തന്നെ. തന്റെ ജീവിതകാലത്ത് സുരക്ഷിതത്വവും സമാധാനവും ഉണ്ടായിരിക്കുമല്ലോ എന്ന് അവൻ വിചാരിച്ചു. ഹെസക്കിയയുടെ മറ്റു പ്രവർത്തനങ്ങളും ശക്തിപ്രഭാവവും, അവൻ എങ്ങനെയാണ് കുളവും തോടും നിർമ്മിച്ച് ജലം നഗരത്തിലേക്ക് കൊണ്ടുവന്നതെന്നും യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഹെസക്കിയ പിതാക്കന്മാരോട് ചേർന്നു. പുത്രൻ മനാസെ ഭരണമേറ്റു. 2 രാജാക്കന്മാർ അധ്യായം 21. മനാസെ രാജാവ്. ഭരണമേൽക്കുമ്പോൾ മനാസേയ്ക്ക് 12 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 55 വർഷം ഭരിച്ചു. ഹെഫ്സിബ ആയിരുന്നു അവന്റെ അമ്മ. കർത്താവ് ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നിന്ന് ഉച്ചാടനം ചെയ്ത ജനതകളുടെ മ്ലേച്ഛാചാരങ്ങളനുസരിച്ച് അവൻ കർത്താവിന്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു. തന്റെ പിതാവായ ഹെസക്കിയ നശിപ്പിച്ചു കളഞ്ഞ പൂജാഗിരികൾ അവൻ പുനഃസ്ഥാപിച്ചു. ഇസ്രായേൽ രാജാവായ ആഹാബിനെ പോലെ അവൻ ബാലിന് ബലിപീഠങ്ങളും അക്ഷേര പ്രതിഷ്ഠയും ഉണ്ടാക്കുകയും ആകാശഗോളങ്ങളെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. ജെറുസലേമിൽ ഞാൻ എന്റെ നാമം സ്ഥാപിക്കും എന്ന് കർത്താവ് പറഞ്ഞ അവിടുത്തെ ആലയത്തിൽ അവൻ ബലിപീഠങ്ങൾ പണിതു. ദേവാലയത്തിന്റെ 2 അങ്കണങ്ങളിലും അവൻ ആകാശഗോളങ്ങൾക്ക് ബലിപീഠങ്ങൾ നിർമ്മിച്ചു. തന്റെ പുത്രനെ ബലിയർപ്പിക്കുകയും ഭാവി ഫലപ്രവചനം, ശകുനം, ആഭിചാരം, മന്ത്രവാദം എന്നിവ സ്വീകരിക്കുകയും ചെയ്തു. വളരെയധികം തിന്മ ചെയ്ത് അവൻ കർത്താവിനെ പ്രകോപിപ്പിച്ചു. ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേമിലും ഈ ഭവനത്തിലും എന്നേക്കുമായി ഞാൻ എന്റെ നാമം സ്ഥാപിക്കും എന്ന് ദാവീദിനോടും അവന്റെ പുത്രൻ സോളമനോടും കർത്താവ് അരുളി ചെയ്ത അവിടുത്തെ ആലയത്തിൽ അവൻ താൻ കൊത്തിയുണ്ടാക്കിയ അക്ഷേര വിഗ്രഹം പ്രതിഷ്ഠിച്ചു. ഞാൻ ഇസ്രായേലിന് നൽകിയ കൽപ്പനകളും എന്റെ ദാസനായ മോശ അവർക്ക് നൽകിയ നിയമങ്ങളും ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കുകയാണെങ്കിൽ അവരുടെ പിതാക്കന്മാർക്ക് നൽകിയ ദേശത്ത് നിന്ന് ബഹിഷ്കൃതരാകാൻ ഞാൻ അവർക്ക് ഇടയാക്കുകയില്ല എന്നും കർത്താവ് അരുളി ചെയ്തിരുന്നു. എന്നാൽ അവർ അത് വകവെച്ചില്ല. ഇസ്രായേൽ ജനത്തിന് മുൻപിൽ നിന്ന് കർത്താവ് നശിപ്പിച്ചു കളഞ്ഞ ജനതകൾ ചെയ്തതിനേക്കാൾ കൂടുതൽ തിന്മ ചെയ്യാൻ മനാസെ അവരെ പ്രേരിപ്പിച്ചു. തന്റെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ കർത്താവ് അരുളി ചെയ്തു. യൂദാ രാജാവായ മനാസെ ഈ മ്ലേച്ഛതകൾ പ്രവർത്തിക്കുകയും അമോര്യർ ചെയ്തതിനേക്കാൾ കൂടുതൽ ദുഷ്ടത ചെയ്യുകയും യൂദായെ കൊണ്ട് വിഗ്രഹപൂജ ചെയ്യിക്കുകയും ചെയ്തതിനാൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ജെറുസലേമിന്റെയും യൂദായുടെയും മേൽ അനർത്ഥം വരുത്തും. കേൾക്കുന്നവന്റെ ചെവി തരിക്കും. സമറിയയുടെ അളവുകോലുകൊണ്ടും ആഹാബിന്റെ ഭവനത്തിലെ തൂക്കുകട്ട കൊണ്ടും ഞാൻ ജെറുസലേമിനെ അളന്നു തൂക്കും. തുടച്ച് കമിഴ്ത്തി വച്ച പാത്രം പോലെ ഞാൻ ജെറുസലേമിനെ ശൂന്യമാക്കും. എന്റെ അവകാശത്തിന്റെ അവശിഷ്ട ഭാഗം ഞാൻ അവരുടെ ശത്രുക്കളുടെ കയ്യിലേക്ക് എറിഞ്ഞുകൊടുക്കും. ശത്രുക്കൾ അവരെ തങ്ങളുടെ ഇരയും കൊള്ളമുതലുമാക്കും. എന്നാൽ തങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട കാലം മുതൽ ഇന്നുവരെ അവർ എന്റെ മുൻപിൽ തിന്മ ചെയ്ത് എന്നെ പ്രകോപിപ്പിച്ചു. യൂദായെ കൊണ്ട് കർത്താവിന്റെ മുമ്പിൽ തിന്മ ചെയ്യിച്ചതിനു പുറമെ മനാസെ നിഷ്കളങ്ക രക്തം കൊണ്ട് ജെറൂസലേമിനെ ഒരറ്റം മുതൽ മറ്റേയറ്റം വരെ നിറയ്ക്കുകയും ചെയ്തു. മനാസയുടെ മറ്റു പ്രവർത്തനങ്ങളും അവന്റെ പാപങ്ങളും യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. മനാസെ പിതാക്കന്മാരോട് ചേർന്നു തന്റെ ഭവനത്തിലെ ഉസ്സായുടെ ഉദ്യാനത്തിൽ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ ആമോൻ ഭരണമേറ്റു. ആമോൻ രാജാവ്. ഭരണമേൽക്കുമ്പോൾ ആമോന് 22 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 2 വർഷം ഭരിച്ചു. അവന്റെ മാതാവ് യോദ്ബായിലെ ഹറൂസിന്റെ പുത്രിയായ മെഷുല്ലെമിത് ആയിരുന്നു. തന്റെ പിതാവ് മനാസയെ പോലെ അവൻ കർത്താവിന്റെ മുമ്പിൽ തിന്മ ചെയ്തു. പിതാവ് ചരിച്ച പാതകളിലെല്ലാം അവനും സഞ്ചരിച്ചു. പിതാവ് സേവിച്ച വിഗ്രഹങ്ങളെ അവനും സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു. പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അവൻ പരിത്യജിച്ചു. അവിടുത്തെ മാർഗത്തിൽ നടന്നില്ല. ഭൃത്യന്മാർ ഗൂഢാലോചന നടത്തി ആമോനെ സ്വഭവനത്തിൽ വെച്ച് കൊന്നു. രാജ്യത്തെ ജനം ആമോൻ രാജാവിനെതിരെ ഗൂഢാലോചന നടത്തിയവരെയെല്ലാം നിഗ്രഹിക്കുകയും അവന്റെ മകൻ ജോസിയായെ രാജാവായി അവരോധിക്കുകയും ചെയ്തു. ആമോന്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അവനെ ഉസ്സായുടെ ഉദ്യാനത്തിലെ ശവകുടീരത്തിൽ സംസ്കരിച്ചു. പുത്രനായ ജോസിയ ഭരണമേറ്റു.
2 രാജാക്കന്മാർ അധ്യായം 22. ജോസിയ രാജാവ്. ഭരണം തുടങ്ങിയപ്പോൾ ജോസിയായിക്ക് 8 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 31 വർഷം ഭരിച്ചു. ബോസ്കാത്തിലെ അദായായുടെ മകൾ യദീദ ആയിരുന്നു അവന്റെ അമ്മ. അവൻ കർത്താവിന്റെ മുൻപിൽ നീതിപൂർവം വർത്തിച്ചു. പിതാവായ ദാവീദിന്റെ മാർഗങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിച്ചില്ല. തന്റെ 18-ാം ഭരണവർഷം മെഷുല്ലാമിന്റെ പൗത്രനും അസാലിയായുടെ പുത്രനും തന്റെ കാര്യസ്ഥനുമായ ഷാഫാനെ കർത്താവിന്റെ ആലയത്തിലേക്ക് അയച്ചുകൊണ്ട് ജോസിയ പറഞ്ഞു, കവാടം സൂക്ഷിപ്പുകാർ ദേവാലയത്തിനു വേണ്ടി ജനത്തിൽ നിന്ന് സംഭരിച്ച പണത്തിന്റെ കണക്കെടുക്കാൻ പ്രധാന പുരോഹിതനായ ഹിൽക്കിയായോട് ആവശ്യപ്പെടുക. അവൻ അത് കർത്താവിന്റെ ഭവനത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നവരെ ഏൽപ്പിക്കണം. അവർ അത് ആലയത്തിന്റെ അറ്റകുറ്റപ്പണി ചെയ്യുന്ന തച്ചന്മാർ, ശില്പികൾ, കൽപ്പണിക്കാർ എന്നിവർക്ക് കൊടുക്കുന്നതിനും തടിയും ചെത്തിയൊരുക്കിയ കല്ലും വാങ്ങുന്നതിനും വിനിയോഗിക്കട്ടെ. അവർ പണം വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുന്നതിനാൽ അവരോട് കണക്കാവശ്യപ്പെടേണ്ട. നിയമഗ്രന്ഥം കണ്ടെത്തുന്നു. കർത്താവിന്റെ ഭവനത്തിൽ താൻ നിയമഗ്രന്ഥം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പ്രധാന പുരോഹിതൻ ഹിൽക്കിയ കാര്യസ്ഥൻ ഷാഫാനോട് പറഞ്ഞു. അവൻ അത് വാങ്ങി വായിച്ചു. കാര്യസ്ഥൻ ഷാഫാൻ രാജാവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, അങ്ങയുടെ ദാസന്മാർ ആലയത്തിലുണ്ടായിരുന്ന പണം മുഴുവൻ ദേവാലയത്തിന്റെ മേൽനോട്ടക്കാരെ ഏൽപ്പിച്ചു. പുരോഹിതൻ ഹിൽക്കിയ ഒരു ഗ്രന്ഥം തന്നയച്ചിട്ടുണ്ട്. ഷാഫാൻ അത് രാജാവിന്റെ മുൻപിൽ വായിച്ചു. നിയമഗ്രന്ഥം വായിച്ചു കേട്ടപ്പോൾ രാജാവ് വസ്ത്രം കീറി. പുരോഹിതൻ ഹിൽക്കിയ, ഷാഫാന്റെ പുത്രൻ അഹീക്കാം, മിക്കായയുടെ പുത്രൻ അക്ബോർ, കാര്യസ്ഥൻ ഷാഫാൻ, രാജസേവകൻ അസായ എന്നിവരോട് രാജാവ് കൽപ്പിച്ചു, എനിക്കും ജനത്തിനും യൂദാ മുഴുവനും വേണ്ടി നിങ്ങൾ പോയി കണ്ടുകിട്ടിയ ഈ ഗ്രന്ഥത്തിലെ വചനങ്ങളെക്കുറിച്ച് കർത്താവിനോട് ആരായുവിൻ. നമ്മൾ ചെയ്യണമെന്ന് ഈ ഗ്രന്ഥത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പിതാക്കന്മാർ അനുസരിക്കാതിരുന്നതിനാൽ കർത്താവിന്റെ ഉഗ്രകോപം നമുക്കെതിരെ ജ്വലിക്കുന്നു. അതിനാൽ പുരോഹിതൻ ഹിൽക്കിയ, അഹീക്കാം, അക്ബോർ, ഷാഫാൻ, അസായ എന്നിവർ ഹർഹാസിന്റെ പൗത്രനും തിക്വായുടെ പുത്രനും വസ്ത്രം സൂക്ഷിപ്പുകാരനുമായ ഷല്ലൂമിന്റെ ഭാര്യ ഹുൽദ പ്രവാചികയുടെ അടുത്ത് ചെന്ന് അവളോട് സംസാരിച്ചു. അവൾ ജെറൂസലേമിന്റെ പുതിയ ഭാഗത്താണ് താമസിച്ചിരുന്നത്. അവൾ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, യൂദാരാജാവ് വായിച്ച ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ശിക്ഷ ഈ സ്ഥലത്തിന്റെയും അതിലെ നിവാസികളുടെയും മേൽ ഞാൻ വരുത്തുമെന്ന് ഇസ്രായേലിന്റെ കർത്താവ് അരുളി ചെയ്യുന്നുവെന്ന് നിങ്ങളെ എന്റെ അടുത്ത് അയച്ചവരോട് പറയുക. അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാർക്ക് ധൂപാർച്ചന നടത്തി. തങ്ങളുടെ കരവേലകളാൽ അവർ എന്നെ പ്രകോപിപ്പിച്ചു. അതിനാൽ എന്റെ കോപം ഈ സ്ഥലത്തിനെതിരെ ജ്വലിക്കും, അത് ശമിക്കുകയില്ല. എന്നാൽ കർത്താവിന്റെ ഹിതം ആരായാൻ നിങ്ങളെ അയച്ച യൂദാ രാജാവിനോട് പറയുക, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ ഈ വചനം കേൾക്കുകയും പശ്ചാത്തപിക്കുകയും കർത്താവിന്റെ മുമ്പിൽ സ്വയം വിനീതനാവുകയും ചെയ്തു. ഈ ദേശത്തിനും ഇതിലെ നിവാസികൾക്കും എതിരെ അവർ ശൂന്യതയും ശാപവും ആകുമെന്ന് ഞാൻ അരുളി ചെയ്തപ്പോൾ നീ വസ്ത്രം കീറി എന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു. നിന്റെ വിലാപം ഞാൻ കേട്ടിരിക്കുന്നുവെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അതിനാൽ ഞാൻ നിന്നെ പിതാക്കന്മാരോട് ചേർക്കും. നീ സമാധാനപൂർവം കല്ലറ പോകും. ഞാൻ ഈ സ്ഥലത്തിന് വരുത്തുന്ന അനർത്ഥങ്ങൾ നിനക്ക് കാണേണ്ടി വരികയില്ല. അവർ ഈ വചനം രാജാവിനെ അറിയിച്ചു. 2 രാജാക്കന്മാർ അധ്യായം 23. ജോസിയായുടെ നവീകരണം. രാജാവ് യൂദായിലെയും ജെറൂസലേമിലെയും ശ്രേഷ്ഠന്മാരെ ആളയച്ചു വരുത്തി. അവൻ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ചു. യൂദായിലെയും ജെറൂസലേമിലെയും നിവാസികളും പുരോഹിതന്മാരും പ്രവാചകന്മാരും വലിയവരും ചെറിയവരുമായ എല്ലാ ആളുകളും അവനോടൊപ്പം ആലയത്തിൽ പ്രവേശിച്ചു. അവൻ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് കണ്ടുകിട്ടിയ ഉടമ്പടി ഗ്രന്ഥം എല്ലാവരും കേൾക്കെ വായിച്ചു. സ്തംഭത്തിന് സമീപം നിന്നുകൊണ്ട് ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുശാസനങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ പാലിച്ച് അവിടുത്തെ പിന്തുടർന്നുകൊള്ളാമെന്ന് രാജാവ് കർത്താവുമായി ഉടമ്പടി ചെയ്തു. ജനവും ഉടമ്പടിയിൽ പങ്കുചേർന്നു. ബാലിനും അഷേരായിക്കും ആകാശഗോളങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കിയ പാത്രങ്ങൾ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവരാൻ പ്രധാന പുരോഹിതനായ ഹിൽക്കിയായോടും സഹപുരോഹിതന്മാരോടും വാതിൽ കാവൽക്കാരോടും രാജാവ് ആജ്ഞാപിച്ചു. അവൻ അവ ജെറൂസലേമിന് പുറത്ത് കിദ്രോൺ വയലുകളിൽ വച്ച് ദഹിപ്പിച്ച് ചാരം ബഥേലിലേക്ക് കൊണ്ടുപോയി. യൂദായിലും ജെറൂസലേമിന് ചുറ്റുമുള്ള നഗരങ്ങളിലെ പൂജാഗിരികളിലും ധൂപാർച്ചന നടത്താൻ യൂദാ രാജാക്കന്മാർ നിയമിച്ച വിഗ്രഹാരാധകരായ പുരോഹിതന്മാരെയും
ബാലിനും സൂര്യചന്ദ്രന്മാർക്കും താരാഗണങ്ങൾക്കും ആകാശഗോളങ്ങൾക്കും ധൂപാർച്ചന നടത്തിയവരെയും അവൻ സ്ഥാനഭ്രഷ്ടരാക്കി. അവൻ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് അക്ഷേര പ്രതിഷ്ഠ എടുത്ത് ജെറൂസലേമിന് പുറത്ത് കിദ്രോൻ അരുവിക്കരികെ കൊണ്ടുവന്ന് ദഹിപ്പിച്ച് ചാരമാക്കി പൊതുശ്മശാനത്തിൽ വിതറി. കർത്താവിന്റെ ആലയത്തിലെ ദേവപ്രീതിക്കായുള്ള പുരുഷവേശ്യാവൃത്തിക്കാരുടെ ഭവനങ്ങൾ അവൻ തകർത്തു. അവിടെയാണ് സ്ത്രീകൾ അക്ഷേരായിക്ക് തോരണങ്ങൾ നെയ്തുണ്ടാക്കിയിരുന്നത്. അവൻ യൂദാ നഗരങ്ങളിൽ നിന്ന് പുരോഹിതന്മാരെ പുറത്തു കൊണ്ടുവരികയും അവർ ഗേബ മുതൽ ബെർഷെബ വരെ ധൂപാർച്ചന നടത്തിയിരുന്ന പൂജാഗിരികൾ മലിനമാക്കുകയും ചെയ്തു. നഗരാധിപനായ ജോഷുവയുടെ പ്രവേശന കവാടത്തിൽ ഇടത്തുവശത്തുള്ള പൂജാഗിരികൾ അവൻ തകർത്തു. പൂജാഗിരികളിലെ പുരോഹിതന്മാർ ജെറൂസലേമിലെ കർത്താവിന്റെ ബലിപീഠത്തിങ്കിലേക്ക് വന്നില്ല. അവർ പുളിപ്പില്ലാത്ത അപ്പം തങ്ങളുടെ സഹോദരന്മാരോടൊത്ത് ഭക്ഷിച്ചു. പുത്രിപുത്രന്മാരെ ആരും മോളക്കിന് ബലിയർപ്പിക്കാതിരിക്കാൻ അവൻ ബെൻഹിന്നോൻ താഴ്വരയിലുള്ള തോഫെത്ത് മലിനമാക്കി. കർത്താവിന്റെ ആലയത്തിനടുത്ത് പള്ളിയറ വിചാരിപ്പുകാരനായ നാഥാൻമേലേക്കിന്റെ വസതിക്ക് സമീപം ദേവാലയ കവാടത്തിൽ യൂദാ രാജാക്കന്മാർ സൂര്യനെ പ്രതിഷ്ഠിച്ചിരുന്ന അശ്വരൂപങ്ങൾ അവൻ നീക്കം ചെയ്ത് സൂര്യരഥങ്ങൾ അഗ്നിക്കിരയാക്കി. ആഹാസിന്റെ മേടയിൽ യൂദാ രാജാക്കന്മാർ നിർമ്മിച്ച ബലിപീഠങ്ങളും കർത്താവിന്റെ ആലയത്തിന്റെ 2 അങ്കണങ്ങളിൽ മനാസെ ഉണ്ടാക്കിയ ബലിപീഠങ്ങളും അവൻ തകർത്ത് ധൂളിയാക്കി കിദ്രോൻ അരുവിയിൽ ഒഴുക്കി. ഇസ്രായേൽ രാജാവായ സോളമൻ സീദോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ അസ്താർത്തേക്കും മോവാബിയരുടെ മ്ലേച്ഛ വിഗ്രഹമായ കെമോഷിനും അമ്മോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മിൽക്കോവിനും വേണ്ടി ജെറൂസലേമിന് കിഴക്ക് നാശഗിരിയുടെ തെക്ക് സ്ഥാപിച്ചിരുന്ന പൂജാഗിരികൾ രാജാവ് മലിനമാക്കി. അവൻ സ്തംഭങ്ങൾ തകർക്കുകയും അക്ഷേര പ്രതിഷ്ഠകൾ വെട്ടിവീഴ്ത്തുകയും അവ നിന്നിരുന്ന സ്ഥലങ്ങൾ മനുഷ്യാസ്ഥികൾ കൊണ്ട് മൂടുകയും ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ ജെറോബോവാം ബഥേലിലെ പൂജാഗിരിയിൽ നിർമ്മിച്ച ബലിപീഠം ജോസിയ തകർത്തു. അക്ഷേര പ്രതിഷ്ഠ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ അവിടെ മലയിൽ ശവകുടീരങ്ങൾ കണ്ടു. അവയിൽ നിന്ന് അസ്ഥികൾ എടുപ്പിച്ചു കൊണ്ടുവന്ന് ബലിപീഠത്തിൽ വെച്ച് കത്തിച്ച് അത് അശുദ്ധമാക്കി. കർത്താവ് ദൈവപുരുഷൻ വഴി അരുളി ചെയ്തത് അനുസരിച്ചാണ് ഇങ്ങനെ സംഭവിച്ചത്. രാജാവ് ചോദിച്ചു, ഈ സ്മാരകം എന്താണ്? നഗരവാസികൾ പ്രതിവചിച്ചു, നീ ബഥേലിലെ ബലിപീഠത്തിനെതിരെ ചെയ്ത കാര്യങ്ങൾ പ്രവചിച്ചിരുന്ന യൂദായിലെ ദൈവപുരുഷന്റെ ശവകുടീരമാണിത്. അവൻ പറഞ്ഞു, അത് അവിടെ ഇരിക്കട്ടെ, അവന്റെ അസ്ഥികൾ ആരും മാറ്റരുത്. അങ്ങനെ സമരിയായിൽ നിന്ന് വന്ന പ്രവാചകന്റെ അസ്ഥികളെ പോലെ അതും അവർ സ്പർശിച്ചില്ല. കർത്താവിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് സമറിയ നഗരങ്ങളിൽ ഇസ്രായേൽ രാജാക്കന്മാർ നിർമ്മിച്ച പൂജാഗിരികളും ക്ഷേത്രങ്ങളും ജോസിയ നശിപ്പിച്ചു. അവൻ ബഥേലിൽ ചെയ്തതുപോലെ ഇവിടെയും ചെയ്തു. പൂജാഗിരികളിലെ പുരോഹിതന്മാരെ ബലിപീഠങ്ങളിൽ വെച്ച് കൊല്ലുകയും മനുഷ്യാസ്ഥികൾ അവിടെ ദഹിപ്പിക്കുകയും ചെയ്തു. പിന്നെ അവൻ ജെറൂസലേമിലേക്ക് മടങ്ങിപ്പോയി. രാജാവ് ജനത്തോട് കൽപ്പിച്ചു, ഈ ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ പെസഹ ആചരിക്കണം. ഇസ്രായേലിൽ ന്യായപാലനം ചെയ്ത ന്യായാധിപന്മാരുടെയോ ഇസ്രായേലിലെയും യൂദായിലെയും രാജാക്കന്മാരുടെയോ കാലത്ത് പെസഹ ആചരിച്ചിരുന്നില്ല. എന്നാൽ ജോസിയ രാജാവിന്റെ 18-ാം ഭരണവർഷം ജെറൂസലേമിൽ കർത്താവിന് പെസഹ ആചരിച്ചു. കൂടാതെ പുരോഹിതൻ ഹിൽക്കിയ കണ്ടെത്തിയ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരുന്നവ നടപ്പിലാക്കാൻ ജോസിയ യൂദായിലും ജെറൂസലേമിലും ഉണ്ടായിരുന്ന ആഭിചാരക്കാരെയും ശകുനക്കാരെയും കുലവിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും മറ്റു മ്ലേച്ഛതകളെയും നിർമ്മാർജ്ജനം ചെയ്തു. മോശയുടെ നിയമങ്ങളനുസരിച്ച് പൂർണ്ണഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും കൂടെ കർത്താവിനെ പിഞ്ചെന്ന മറ്റൊരു രാജാവ് മുൻപോ പിൻപോ ഉണ്ടായിട്ടില്ല. എങ്കിലും മനാസെ നിമിത്തം യൂദായ്ക്കെതിരെ ജ്വലിച്ച കർത്താവിന്റെ ഉഗ്രകോപം ശമിച്ചില്ല. അവിടുന്ന് അരുളി ചെയ്തു, ഇസ്രായേലിനെ പോലെ യൂദായെയും എന്റെ കൺമുൻപിൽ നിന്ന് ഞാൻ തൂത്തെറിയും. ഞാൻ തിരഞ്ഞെടുത്ത ജെറൂസലേമിനെയും എന്റെ നാമം ഇവിടെ ആയിരിക്കുമെന്ന് ഞാൻ അരുളി ചെയ്ത ആലയത്തെയും ഞാൻ നിർമ്മാർജ്ജനം ചെയ്യും. ജോസിയയുടെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അവന്റെ കാലത്ത് ഈജിപ്തിലെ ഫറവോ ആയ നെക്കോ യൂഫ്രട്ടീസ് നദിയുടെ സമീപത്ത് അസീറിയ രാജാവിന്റെ അടുത്തേക്ക് പോയി. ജോസിയ രാജാവ് അവനെ നേരിട്ടു. മെഗിദോയിൽ വെച്ച് നെക്കോ അവനെ യുദ്ധത്തിൽ നിഗ്രഹിച്ചു. സേവകന്മാർ മൃതശരീരം ഒരു രഥത്തിൽ മെഗിദോയിൽ നിന്ന് ജെറൂസലേമിൽ കൊണ്ടുവന്ന് അവന്റെ കല്ലറയിൽ സംസ്കരിച്ചു. അനന്തരം ജനം ജോസിയയുടെ മകൻ യഹോവാഹാസിനെ രാജാവായി അഭിഷേകം ചെയ്തു.
യഹോവാഹാസ് രാജാവ്. ഭരണമേൽക്കുമ്പോൾ യഹോവാഹാസിന് 23 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 3 മാസം ഭരിച്ചു. ലിബ്നായിലെ ജെറമിയായുടെ പുത്രി ഹമുത്താൽ ആയിരുന്നു അവന്റെ മാതാവ്. പിതാക്കന്മാരെ പോലെ അവനും കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. അവൻ ജെറുസലേമിൽ ഭരിക്കാതിരിക്കാൻ നെക്കോ അവനെ ഹമാത്തിലെ റിബ്ലായിൽ തടവിലാക്കി. 100 താലന്ത് വെള്ളിയും 1 താലന്ത് സ്വർണവും ദേശത്ത് നികുതി ചുമത്തി. ഫറവോ ആയ നെക്കോ ജോസിയായുടെ മകൻ എലിയാക്കിമിനെ രാജാവാക്കുകയും അവന്റെ പേര് യഹോയാക്കിം എന്ന് മാറ്റുകയും ചെയ്തു. യഹോവാഹാസിനെ നെക്കോ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. അവൻ അവിടെ വച്ച് മരിച്ചു. യഹോയാക്കിം രാജാവ്. യഹോയാക്കിം ദേശത്ത് നിന്ന് പിരിച്ചെടുത്ത വെള്ളിയും സ്വർണവും ഫറവോയ്ക്ക് കപ്പമായി കൊടുത്തു. അതിനുവേണ്ടി ഓരോരുത്തരിലും നിന്ന് നിശ്ചിത തൂക്കം വെള്ളിയും സ്വർണവും പിരിച്ചെടുത്തു. ഭരണമേൽക്കുമ്പോൾ യഹോയാക്കിമിന് 25 വയസ്സായിരുന്നു. അവൻ ജെറൂസലേമിൽ 11 വർഷം ഭരിച്ചു. റൂമായിലെ പെദായയുടെ പുത്രി സെബീദ ആയിരുന്നു അവന്റെ അമ്മ. പിതാക്കന്മാരെ പോലെ അവനും കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. 2 രാജാക്കന്മാർ അധ്യായം 24. യഹോയാക്കിമിന്റെ കാലത്ത് ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിന്റെ ആക്രമണമുണ്ടായി. യഹോയാക്കിം 3 വർഷം അവന് കീഴ്പ്പെട്ടിരുന്നു. പിന്നീട് അവനെ എതിർത്തു. അപ്പോൾ താൻ തന്റെ ദാസന്മാരിലൂടെ അരുളി ചെയ്തതുപോലെ യൂദായെ നശിപ്പിക്കാൻ യഹോയാക്കിമിനെതിരെ കർത്താവ് കൽദായർ, സിറിയാക്കാർ, മോവാബ്യർ, അമ്മോന്യർ എന്നിവരുടെ സേനകളെ അയച്ചു. നിശ്ചയമായും ഇത് കർത്താവിന്റെ മുൻപിൽ നിന്ന് അവരെ നീക്കം ചെയ്യേണ്ടതിന് അവിടുത്തെ കൽപ്പനയനുസരിച്ച് സംഭവിച്ചതാണ്. മനാസയുടെ പാപങ്ങൾക്കും അവൻ ചൊരിഞ്ഞ നിഷ്കളങ്ക രക്തത്തിനും ശിക്ഷയായി തന്നെ. അവൻ നിഷ്കളങ്ക രക്തം കൊണ്ട് ജെറൂസലേം നിറച്ചു. കർത്താവ് അത് ക്ഷമിക്കുകയില്ല. യഹോയാക്കിമിന്റെ മറ്റു പ്രവർത്തികൾ യൂദാരാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. യഹോയാക്കിം പിതാക്കന്മാരോട് ചേർന്നു. പുത്രൻ യഹോയാക്കിൻ ഭരണമേറ്റു. ഈജിപ്ത് തോട് മുതൽ യൂഫ്രട്ടീസ് നദി വരെയുള്ള തന്റെ സമ്പത്തെല്ലാം ബാബിലോൺ രാജാവ് പിടിച്ചടക്കിയതിനാൽ ഈജിപ്ത് രാജാവ് ദേശത്തിന് പുറത്തു വന്നില്ല. യഹോയാക്കിൻ രാജാവ്. രാജാവാകുമ്പോൾ യഹോയാക്കിന് 18 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 3 മാസം ഭരിച്ചു. ജെറുസലേമിലെ എൽനാഥാന്റെ പുത്രി നെഹുഷ്ത ആയിരുന്നു അവന്റെ അമ്മ. അവൻ പിതാവിനെ പോലെ തന്നെ കർത്താവിന്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു. അക്കാലത്ത് ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ ജെറുസലേം വളഞ്ഞു. നബൂഖദ്നേസർ അവിടെ എത്തുമ്പോൾ അവന്റെ പടയാളികൾ നഗരം ഉപരോധിക്കുകയായിരുന്നു. യൂദാരാജാവായ യഹോയാക്കിൻ തന്നെയും മാതാവിനെയും ഭൃത്യന്മാരെയും പ്രഭുക്കന്മാരെയും കൊട്ടാരത്തിലെ സേവകന്മാരെയും അവന് അടിയറവച്ചു. ബാബിലോൺ രാജാവ് തന്റെ 8ാം ഭരണവർഷം അവനെ തടവുകാരനാക്കുകയും ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും നിധികൾ കൊള്ളയടിക്കുകയും ഇസ്രായേൽ രാജാവായ സോളമൻ കർത്താവിന്റെ ആലയത്തിനു വേണ്ടി നിർമ്മിച്ച സ്വർണപാത്രങ്ങൾ കഷണങ്ങളാക്കുകയും ചെയ്തു. കർത്താവ് മുൻകൂട്ടി അറിയിച്ചതുപോലെ തന്നെയാണ് ഇത് സംഭവിച്ചത്. ജെറൂസലേം നിവാസികൾ, പ്രഭുക്കന്മാർ, ധീരയോദ്ധാക്കൾ, 10,000 തടവുകാർ, ശില്പികൾ, ലോഹപ്പണിക്കാർ എന്നിവരെ അവൻ പിടിച്ചുകൊണ്ടുപോയി. ദരിദ്രർ മാത്രം ദേശത്ത് അവശേഷിച്ചു. യഹോയാക്കിനെയും അവന്റെ അമ്മയെയും പത്നിമാരെയും സേവകന്മാരെയും ദേശമുഖ്യന്മാരെയും അവൻ ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയി. ബാബിലോൺ രാജാവ് 7,000 ധീരയോദ്ധാക്കളെയും ശില്പികളും ലോഹപ്പണിക്കാരുമായി 1,000 പേരെയും തടവുകാരായി കൊണ്ടുപോയി. അവർ ശക്തന്മാരും യുദ്ധത്തിന് കഴിവുള്ളവരുമായിരുന്നു. ബാബിലോൺ രാജാവ് യഹോയാക്കിന്റെ പിതൃ സഹോദരനായ മത്താനിയായെ പകരം രാജാവാക്കുകയും അവന്റെ പേര് സെദക്കിയ എന്ന് മാറ്റുകയും ചെയ്തു. സെദക്കിയ രാജാവ്. രാജാവാകുമ്പോൾ സെദക്കിയായിക്ക് 21 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 11 വർഷം ഭരിച്ചു. ലിബ്നായിലെ ജെറമിയായുടെ പുത്രി ഹമുത്താൽ ആയിരുന്നു അവന്റെ അമ്മ. യഹോയാക്കിമിനെ പോലെ അവനും കർത്താവിന്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു. കർത്താവിന്റെ കോപം ജെറൂസലേമിനും യൂദായ്ക്കും എതിരെ ജ്വലിച്ചു. അവിടുന്ന് അവരെ തന്റെ മുൻപിൽ നിന്ന് തള്ളിക്കളഞ്ഞു. സെദക്കിയ ബാബിലോൺ രാജാവിനെ എതിർത്തു. 2 രാജാക്കന്മാർ അധ്യായം 25. ജെറൂസലേമിന്റെ പതനം. സെദക്കിയയുടെ 9ാം ഭരണവർഷം 10ാം മാസം 10ാം ദിവസം ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ സകല സൈന്യങ്ങളോടും കൂടെ വന്ന് ജെറൂസലേമിനെ ആക്രമിച്ച് ചുറ്റും ഉപരോധമേർപ്പെടുത്തി. സെദക്കിയയുടെ 11ാം ഭരണവർഷം വരെ നഗരം ഉപരോധിക്കപ്പെട്ട് കിടന്നു. 4ാം മാസം 9ാം ദിവസം നഗരത്തിൽ ക്ഷാമം വളരെ രൂക്ഷമായി. ജനത്തിന് ഭക്ഷിക്കാൻ ഒന്നുമുണ്ടായിരുന്നില്ല.
കൽദായർ നഗരം വളഞ്ഞിരുന്നെങ്കിലും കോട്ടയിൽ പിളർപ്പുണ്ടാക്കി രാജാവും പടയാളികളും രാജകീയ ഉദ്യാനത്തിനടുത്തുള്ള 2 ചുമരുകൾക്കിടയിലുള്ള വാതിലിലൂടെ രാത്രി പലായനം ചെയ്തു. അരാബായെ ലക്ഷ്യമാക്കിയാണ് അവർ പോയത്. എന്നാൽ കൽദായ സൈന്യം രാജാവിനെ അനുധാവനം ചെയ്ത് ജെറീക്കോ സമതലത്തിൽ വെച്ച് മറികടന്നു. അപ്പോൾ അവന്റെ പടയാളികൾ ചിതറിപ്പോയി. കൽദായർ രാജാവിനെ പിടിച്ച് റിബ്ലായിൽ ബാബിലോൺ രാജാവിന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ സെദക്കിയായുടെ മേൽ വിധി പ്രസ്താവിച്ചു. പുത്രന്മാരെ അവന്റെ കൺമുൻപിൽ വെച്ച് നിഗ്രഹിച്ചു. അവനെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തതിന് ശേഷം ചങ്ങല കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ദേവാലയം നശിപ്പിക്കുന്നു. ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിന്റെ 19-ാം ഭരണവർഷം 5-ാം മാസം 7-ാം ദിവസം അവന്റെ അംഗരക്ഷകന്മാരുടെ നായകനായ ദാസൻ നബുസരദാൻ ജെറുസലേമിൽ വന്നു. അവിടെ കർത്താവിന്റെ ആലയവും രാജകൊട്ടാരവും ജെറുസലേമിലെ വീടുകളും അഗ്നിക്കിരയാക്കി. മാളികകൾ കത്തിച്ചാമ്പലായി. അവനോടുകൂടെ ഉണ്ടായിരുന്ന കൽദായ സൈന്യം ജെറുസലേമിന് ചുറ്റുമുള്ള കോട്ട തകർത്തു. നഗരത്തിൽ അവശേഷിച്ചിരുന്ന ജനത്തെയും ബാബിലോൺ രാജാവിനോട് കൂറ് പ്രഖ്യാപിച്ചവരെയും അവശേഷിച്ചിരുന്ന കരകൗശലക്കാരെയും നബുസരദാൻ തന്നോടുകൂടെ കൊണ്ടുപോയി. അതിദരിദ്രരായ ചിലരെ ഉഴവുകാരായും മുന്തിരിത്തോട്ടപ്പണിക്കാരായും അവിടെ തന്നെ നിയോഗിച്ചു. ദേവാലയത്തിലെ ഓട്ടുസ്തംഭങ്ങളും പീഠങ്ങളും ജലസംഭരണിയും കൽദായർ കഷണങ്ങളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. കലശങ്ങൾ, കോരികകൾ, തിരിക്കത്രികകൾ, ധൂപത്തളികകൾ, ദേവാലയ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഓട്ടുപാത്രങ്ങൾ, നെരിപ്പോടുകൾ, കോപ്പകൾ എന്നിവയെല്ലാം അവൻ കൊണ്ടുപോയി. സ്വർണമോ വെള്ളിയോ ആയി ഉണ്ടായിരുന്നതെല്ലാം അവൻ കൊണ്ടുപോയി. കർത്താവിന്റെ ആലയത്തിൽ സോളമൻ നിർമ്മിച്ച 2 സ്തംഭങ്ങൾ, ജലസംഭരണി, പീഠങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിച്ച ഓടിന്റെ തൂക്കം നിർണയാതീതമായിരുന്നു. ഒരു സ്തംഭത്തിന്റെ ഉയരം 18 മുഴം. അതിന് 3 മുഴം ഉയരത്തിൽ ഓടുകൊണ്ട് നിർമ്മിച്ച മകുടം ഉണ്ടായിരുന്നു. അതിനു ചുറ്റും വലപ്പണിയും മാതള നാരങ്ങകളും ഓടുകൊണ്ട് തീർത്തിരുന്നു. വലപ്പണി ചെയ്ത മറ്റേ സ്തംഭവും അതുപോലെ തന്നെയായിരുന്നു. ബാബിലോൺ പ്രവാസം. കാവൽപ്പട നായകൻ മുഖ്യപുരോഹിതനായ സെറായിയായെയും സഹപുരോഹിതനായ സെഫാനിയായെയും വാതിൽ സൂക്ഷിപ്പുകാർ 3 പേരെയും നഗരത്തിലെ ഒരു സേനാപതിയെയും രാജസഭാംഗങ്ങളിൽ 5 പേരെയും സൈന്യാധിപന്റെ കാര്യസ്ഥനെയും ഇവനാണ് ജനത്തെ വിളിച്ചുകൂട്ടിയിരുന്നത്. നഗരത്തിൽ നിന്ന് വേറെ 50 പേരെയും റിബ്ലായിൽ ബാബിലോൺ രാജാവിന്റെ അടുത്ത് കൊണ്ടുചെന്നു. രാജാവ് അവരെ ഹമാത്തിലെ റിബ്ലായിൽ വെച്ച് വധിച്ചു. അങ്ങനെ യൂദ നാട് കടത്തപ്പെട്ടു. ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ യൂദായിൽ നിർത്തിയിരുന്ന ജനത്തെ ഭരിക്കാൻ ഷാഫാന്റെ പൗത്രനും അഹികാമിന്റെ പുത്രനുമായ ഗദാലിയായെ ദേശാധിപതിയായി നിയമിച്ചു. ബാബിലോൺ രാജാവ് ഗദാലിയായെ ദേശാധിപതിയാക്കിയെന്ന് അറിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന സേനാപതികൾ സൈന്യസമേതം മിസ്പയിൽ ഗദാലിയായുടെ അടുത്തു ചെന്നു. അവർ നെത്താനിയായുടെ മകൻ ഇസ്മായേൽ, കരേയായുടെ മകൻ യോഹനാൻ, നെത്തോഫാത്യനായ തൻഹുമേത്തിന്റെ മകൻ സെറായിയ, മക്കാക്കിയന്റെ മകൻ യാസനിയ എന്നിവരായിരുന്നു. ഗദാലിയ അവരോടും സൈന്യത്തോടും സത്യം ചെയ്തു പറഞ്ഞു, കൽദായ അധികാരികളെ ഭയപ്പെടേണ്ട, നാട്ടിൽ താമസിക്കുവിൻ. ബാബിലോൺ രാജാവിനെ സേവിച്ച് നാട്ടിൽ താമസിച്ചുകൊള്ളുവിൻ, എല്ലാം ശുഭമാകും. എന്നാൽ 7-ാം മാസം രാജകുടുംബാംഗമായ എലീഷാമായുടെ പൗത്രനും നെത്താനിയായുടെ പുത്രനുമായ ഇസ്മായേൽ 10 പേരോടൊപ്പം മിസ്പായിൽ ചെന്ന് ഗദാലിയായെയും കൂടെയുണ്ടായിരുന്ന കൽദായരെയും ആക്രമിച്ചു വധിച്ചു. കൽദായരെ ഭയപ്പെട്ട് കുലീനരും താഴ്ന്നവരും ആയ ജനമെല്ലാം സേനാപതികളോടൊപ്പം ഈജിപ്തിലേക്ക് തിരിച്ചു. യൂദ രാജാവായ യഹോയാക്കിന്റെ വിപ്രവാസത്തിന്റെ 37-ാം വർഷം എവിൽമേരോദാക്ക് ബാബിലോൺ രാജാവായി ഭരണമേൽക്കുകയും ആ വർഷം 12-ാം മാസം 27-ാം ദിവസം യഹോയാക്കിനെ സൗമനസ്യത്തോടെ മോചിപ്പിക്കുകയും ചെയ്തു. രാജാവ് അവനോട് കാരുണ്യപൂർവ്വം സംസാരിക്കുകയും ബാബിലോണിൽ അവനോടുകൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെക്കാൾ ഉയർന്ന സ്ഥാനം അവന് നൽകുകയും ചെയ്തു. അങ്ങനെ യഹോയാക്കിൻ കാരാഗ്രഹ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു. ജീവിതകാലം മുഴുവൻ പതിവായി രാജാവിനോടത്ത് ഭക്ഷണം കഴിച്ചു. രാജാവ് അവന് മരണം വരെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പണവും നൽകിപ്പോന്നു.